ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാകുന്നു. ആത്മാർത്ഥതയില്ലാത്തവർ സ്വന്തം കാര്യത്തിൽ മാത്രം പ്രാധാന്യം നൽകുന്നു. വീഴ്ചകളിൽ തകർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കുമുണ്ടാകും. മാനസികമായ സന്തോഷം ഒരിക്കലും വില കൊടുത്തു വാങ്ങുന്ന ഒന്നല്ല. നേരെ മറിച്ച് അവനവൻ്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ട ഒന്നു തന്നെയാണ്. ഞാൻ ജയിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ വിജയമാകുന്നത്. നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല, നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് വേണ്ടത്. മനുഷ്യന്റെ സന്തോഷം യഥാർത്ഥത്തിൽ സംതൃപ്തിയിലാണ് ഉൾക്കൊള്ളുന്നത്. അസംതൃപ്തിയായവൻ എത്ര തന്നെ കൈവശമുണ്ടായാലും അവൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമയായി തീരുന്നു. നിങ്ങളുടെ അറിവിൽ ഒരു വിഡ്ഢിയായിരിക്കുക, നിങ്ങളുടെ വിഡ്ഢിത്തത്തിൽ അറിവുള്ളവരുമായിരിക്കുക. നിങ്ങൾ സൗഹൃദത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൗഹൃദത്തിലായിരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന പരിശ്രമം മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെയാണെങ്കിൽ പോലും സ്നേഹം തന്നെയാണ്. ഇടയ്ക്കിടെ കണ്ണീർ തുടയ്ക്കുന്നതിനു പകരം കണ്ണീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. വടവൃക്ഷം തൻ്റെ വേരുകൾ താഴ്ത്തി ശക്തി കണ്ടെത്തുന്നത് പോലെ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച മൂല്യങ്ങളിൽ അടിയുറപ്പിച്ചു നിൽക്കുക. സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുടുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കുകയുമരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.